ഹലോ. പ്രവാസിക്ക് നാട്ടിൽ ലോട്ടറി അടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതായത് ഒരു പ്രവാസി നാട്ടിൽ ലീവിന് പോകുന്ന സമയത്ത് നാട്ടിൽ പോകണം ബമ്പർ എടുത്തു ആൾക്കടിച്ചു. ഞാൻ ആദ്യമേ പറയാം, ഈ ലോട്ടറി എടുക്കുന്നതിൻ്റെ ഒരു വശങ്ങൾ ഞാൻ ഒരിക്കലും ലോട്ടറിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതേസമയം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. ഞാനിവിടെ പറയുന്നത് ലോട്ടറി അടിച്ചു കഴിഞ്ഞാലുള്ള വിഷയങ്ങൾ മാത്രമാണ്. അതായത് ഇപ്പോൾ ഒരു പ്രവാസി നാട്ടിൽ പോകുന്ന സമയത്ത് അയാൾ ഓണം ബമ്പർ എടുത്തു. ഇപ്പോൾ ഓണം ബമ്പർ നടക്കാൻ പോകണമല്ലോ. അപ്പോൾ ഓണം ബമ്പർ എടുത്തു, അയാൾക്ക് ആ ലോട്ടറി അടിച്ചു. അപ്പോൾ അടിച്ചു കഴിഞ്ഞാലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം ഈ പ്രവാസി ശ്രദ്ധിക്കേണ്ടത് ആൾക്ക് പാൻ കാർഡ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പാൻ കാർഡ് ഇല്ലാതെ ആ ലോട്ടറി മണി പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ലോട്ടറി ടിക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ അയാളുടെ പേരും ആധാർ നമ്പറും എഴുതുക. പറ്റുമെങ്കിൽ അത് ഒരു കോപ്പി എടുത്തൊക്കെ വെച്ചേക്കുക. ചിലപ്പോൾ ആൾ ഗൾഫിലുള്ള ടൈമിലായിരിക്കും അത് അടിച്ചിട്ടുണ്ടാവും. കുഴപ്പമില്ല, നമുക്ക് നാട്ടിലേക്ക് പോയിട്ട് അത് ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് നിങ്ങളുടെ NRO അക്കൗണ്ടിലേക്കായിരിക്കും വരിക. കാരണം എന്ന് പറഞ്ഞാൽ അതിന് ടാക്സബിളായിട്ടുള്ള ഒരു സമ്മാനം പ്രൈസ് മണിയാണ്. ഇനി പ്രൈസ് മണിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 30 കോടിയാണ് അതിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ പ്രൈസ് മണിയെങ്കിൽ അതിൻ്റെ 30% ഒരു ടാക്സ്, അതുപോലെ തന്നെ ഏജൻറ്റ് കമ്മീഷൻ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 16-17 കോടിയോളം വരും. പക്ഷേ എങ്കിലും അവിടെ എഡ്യൂക്കേഷണൽ സെസ്, അത്തരത്തിലുള്ള ചില ടാക്സുകൾ ചില സമയത്ത് കട്ട് ചെയ്യാതെയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾ ഈ പ്രൈസ് മണി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് ഫേമിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിൻ്റെ എല്ലാ ടാക്സുകളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ചില സമയത്ത് ഈ എഡ്യൂക്കേഷണൽ സെസ്, അത്തരത്തിലുള്ള ടാക്സ് കട്ട് ചെയ്യാതെയാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഈ പ്രൈസ് മണി വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഫൈനാൻഷ്യൽ ഇയർ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആ ടാക്സ് അടക്കണം. അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും. ഈ സാധാരണക്കാർ പലപ്പോഴും അപ്പോഴത്തേക്ക് ഈ എമൗണ്ടൊക്കെ തീർത്തിട്ടുണ്ടാവും. ഇനി ഈ എല്ലാ ടാക്സുകളും പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ പണം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു പാസീവ് ഇൻകം ഉണ്ടാവുന്ന രൂപത്തിൽ നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് FDയിലേക്ക് മാറ്റലാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻ ഉണ്ടല്ലോ, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ പ്രൈസ് മണിയിൽ നിന്ന് നിങ്ങൾ ആളുകളെ സഹായിക്കാനോ അല്ലെങ്കിൽ അനാവശ്യ ചെലവിനോ ഒന്നും നിൽക്കരുത്. നിങ്ങളത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമേ നിങ്ങൾ ആളുകളെ സഹായിക്കാൻ പാടുള്ളൂ. കാരണം വെച്ചാൽ അത് നിങ്ങളുടെ ക്യാപിറ്റൽ മണിയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ജീവിതകാലത്ത് നിങ്ങൾ പ്രയത്നിച്ചാൽ പോലും ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. പലപ്പോഴും ഈ ലോട്ടറി മണി അത് ഉപകരിക്കാതെ പോകുന്നത് അത് പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ ലോട്ടറിയെ ഞാൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അതേസമയം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ഇനി ആരെങ്കിലും എടുത്തു പോയാൽ, അടിച്ചാൽ, ഇതാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, താങ്ക് യു.